ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇത് രാവിലെ ഇടാൻ ഉദ്ദേശിച്ച വീഡിയോ ആയിരുന്നേ, ലേറ്റായിപ്പോയി. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ തന്നാലോ എന്നിങ്ങനെ ആലോചിക്കുന്നു. ടോപ്പിക് ഇതാണ്: സൂയിസൈഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൂയിസൈഡ് ടെൻഡൻസി തോന്നിയിട്ടുണ്ടോ ഡിയേഴ്സ്? അത് ശരിക്കും വിഷമം പിടിച്ചൊരു കാര്യമാണല്ലേ. എപ്പോഴാണ് ഒരു മനുഷ്യൻ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നത്? ലൈഫിൽ വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, എല്ലാ അർത്ഥത്തിലും ഒരുവൻ തകർന്നു പോകുമ്പോൾ, ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള തോന്നൽ നഷ്ടപ്പെടുമ്പോൾ, ചുറ്റിനുമുള്ള പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതെ വരുമ്പോൾ, എനിക്കാരുമില്ല എന്ന ശക്തമായ തോന്നലുണ്ടാകുമ്പോൾ, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നും അല്ലേ. ഈ ലക്ഷണങ്ങളെല്ലാം വരുന്നത് മൈൻഡ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളുകളിലാണ്. അതായത് മനസ്സിന് ഒട്ടും കട്ടിയില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകളിൽ. ഒരു തരത്തിൽ ഈ സൂയിസൈഡ് ടെൻഡൻസി എന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണെന്ന് പറയാം. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നേടാനുള്ള ധൈര്യം ഇല്ലാതെ വരുമ്പോൾ, വിഷമങ്ങൾ ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നും. അതിലും അതിശയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തെ നേരിടാൻ മനസ്സിന് ഒട്ടും ധൈര്യം കാണിക്കാത്ത ഇവർ ജീവിതം അവസാനിപ്പിക്കാൻ ഭയങ്കര ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? ഓക്കെ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മളെ നെഞ്ചിലിട്ട് ആഴത്തിൽ സ്നേഹിച്ചവർക്ക് മാത്രം അവരുടെ അവസാനം വരെയും തീരെ നഷ്ടമായിരിക്കും അല്ലേ. ബാക്കിയുള്ള ആർക്കും ഒരു കുഴപ്പവും വരില്ല. കുറച്ച് നാളത്തേക്ക് മാത്രം അവർ ഓർത്തിരിക്കുമായിരിക്കും. പിന്നീട് അവരും മറക്കും. പിന്നെയും ജീവിതം മുന്നോട്ട് പോകും. ദ ഷോ മസ്റ്റ് ഗോ ഓൺ അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ. ഇനി നമുക്ക് സോൾ ലെവലിലൊന്ന് ചിന്തിച്ച് നോക്കാം. സൂയിസൈഡ് എന്നാൽ മനുഷ്യൻ അവൻ്റെ സോളിനെ അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് നമുക്കറിയാം, ഒരു സോൾ ഒരു ശരീരം സ്വീകരിച്ച് ഭൂമിയിലെത്തുന്നത് ആ ശരീരത്തിലൂടെ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ എനർജി ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുത്താനാണല്ലേ. അതായത് എനർജി വൈബ് ഉയർത്താൻ. അപ്പോൾ സോൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടാണ് ശരീരം സ്വീകരിക്കുന്നത്. എപ്പോഴാണ് ആ ശരീരത്തിൽ നിന്നും തിരികെ വരേണ്ടതെന്നും അത് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ശരീരം മരിക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ടൈം എത്തുമ്പോൾ എനിക്കിനി ജീവിക്കേണ്ട എന്നും പറഞ്ഞ് ആ ശരീരം സ്വയം ജീവൻ എടുക്കുമ്പോൾ ആ സോളിൻ്റെ പ്ലാനിങ്ങിലല്ലേ അവിടെ തടസ്സം വരുന്നത്. അതാണ് പറഞ്ഞത്, ആ ശരീരം സോളിനോട് ചെയ്യുന്ന തെറ്റായ പ്രവൃത്തിയാണ് സൂയിസൈഡ് എന്നത്. സ്വന്തം സോളിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല, ശരിയല്ലേ? അങ്ങനെ ആ ശരീരം സൂയിസൈഡ് ചെയ്യുമ്പോൾ ആ ശരീരത്തിൽ നിന്നും സ്വതന്ത്രമാകുന്ന സോൾ വിചാരിക്കുമായിരിക്കുമല്ലേ, എൻ്റെ പ്ലാനിങ് ഒന്നും കറക്റ്റായിട്ട് നടന്നില്ലല്ലോ, ഇനി ഇവൻ്റെ കർമ്മ അനുസരിച്ചുള്ള വേറെ ഒരു ബോഡി കിട്ടണമെങ്കിൽ ഞാൻ കുറച്ച് നാളും കൂടി ഈ ഭൂമിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും, നോക്കാം എന്നൊക്കെ അല്ലേ. ഇങ്ങനെയുള്ള ആത്മാക്കളാണ് മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്നതും രക്തരക്ഷസായി വന്ന് രക്തം കുടിക്കും അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നാൽ, സൂയിസൈഡ് ചെയ്ത ഒരാളുടെ സോൾ എനർജി അല്ലെങ്കിൽ ആത്മാവ് അതിൻ്റെ പ്ലാനിങ് അനുസരിച്ചല്ല അതിൻ്റെ ശരീരത്തിൽ നിന്നും സ്വതന്ത്രമായത്. സോ ആ ഒരു ശരീരം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അത് ചെയ്ത കർമ്മങ്ങളും അതിന് കിട്ടാനുള്ള കർമ്മഫലങ്ങളും അതിന് ആരോടെങ്കിലും വീട്ടാനുള്ള കർമ്മകടങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ ശരീരത്തിൻ്റെ കർമ്മയ്ക്ക് അനുസരിച്ചുള്ള പുതിയൊരു ശരീരം ഈ സോളിന് ഇനിയും സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യും? ഈ മരിച്ച ശരീരം ജീവിച്ചിരുന്ന അതേ സാഹചര്യങ്ങളുള്ള പുതിയൊരു ശരീരമായിരിക്കും ഈ സോൾ ഇനിയും സ്വീകരിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ആ സാഹചര്യം ആയി വരുന്നത് വരെ, അതായത് പുതിയ ശരീരം ഇനി സ്വീകരിക്കാൻ പോകുന്ന പുതിയ ശരീരം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ടൈം വരെയും ഈ ഒരു സോൾ എനർജിക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കേണ്ടതായിട്ട് വരും, അലഞ്ഞു നടക്കേണ്ടതായിട്ട് വരും. അത് നേരത്തെ ഇരുന്ന ശരീരം ചെയ്ത കർമ്മ അനുസരിച്ചായിരിക്കും ആ എനർജി ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത്. അതായത് അയാൾ കൂടുതൽ നെഗറ്റീവ് കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ എനർജി നെഗറ്റീവ് എനർജിയായി ഭൂമിയിൽ നിലകൊള്ളും. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തായിരുന്നു? സൂയിസൈഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക, എല്ലാം ശരിയാകുമെന്ന് സ്വയം വിശ്വസിക്കുക. ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കുക.
പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല എന്ന സത്യം തിരിച്ചറിയുക. സോ ഏത് പ്രശ്നത്തെയും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തുക. എനിക്കാരുമില്ല എന്ന തോന്നൽ അത് കളഞ്ഞേക്കുക, അത് വേസ്റ്റാണ്. എനിക്ക് ഞാനുണ്ട് എന്ന് ചിന്തിച്ച് നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കുക. ഓക്കെ, ഒരുപാട് നന്മകളും വിജയങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചാൽ ആ സൗഭാഗ്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കൈക്കലാക്കാൻ പറ്റണേ? അപ്പം മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒരിക്കലും സൂയിസൈഡ് അല്ല, ആ പ്രശ്നങ്ങളെ ധൈര്യമായിട്ട് നേരിടുക എന്നുള്ളതാണ്. മനസ്സിലായോ? താങ്ക് യു.